ഹലോ ഗൈസ്, നമുക്കൊന്ന് ദുബായ് വരെ പോയാലോ? വേറൊന്നിനും അല്ല കേട്ടോ, ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് 1 ഇയർ മൾട്ടിപ്പിൾ എൻട്രിയിലാട്ടോ. അപ്പം ഓരോ 3 മാസം കൂടുമ്പോഴും ഞാൻ ഇവിടെ നിന്ന് എക്സിറ്റ് ആവാറുണ്ട്. അതിനാണേ ദുബായ് എയർപോർട്ടിൽ മാത്രമേ നമുക്ക് നിൽക്കാൻ പറ്റത്തുള്ളൂ, പുറത്തിറങ്ങാനൊന്നും പറ്റില്ല കേട്ടോ. എങ്കിലും ഫ്ലൈറ്റിൽ കയറാലോ എന്ന സന്തോഷമുണ്ട്. 1 ഇയറിൽ ഞാനിപ്പോൾ 7ാമത്തെ തവണയാട്ടോ ഫ്ലൈറ്റ് കയറുന്നത്. കുഞ്ഞിലേ മുതലുള്ള ആഗ്രഹമായിരുന്നു ഫ്ലൈറ്റ് കയറണം എന്നുള്ളത്. ഇപ്പോൾ ഒരുപാട് തവണ കയറിയെങ്കിലും ഓരോ തവണയും ഒരുപാട് എക്സൈറ്റ്മെന്റും ഇനിയും കയറാനൊക്കെ തോന്നാറുണ്ട് കേട്ടോ. ഇന്ന് എനിക്ക് ഈ കൂട്ടിന് 2 പേരെ കിട്ടിയിട്ടുണ്ട്. ഫ്ലൈ സിറ്റിയിൽ നിന്നാണ് ഇപ്പോഴും ഫ്ലൈറ്റ് ബുക്ക് ചെയ്യാറ്. അങ്ങനെ ചടപടയുന്ന എമിഗ്രേഷനും സെക്യൂരിറ്റി ചെക്കിനും എല്ലാം കഴിഞ്ഞ് ഓൺ ടൈമിൽ ബോർഡിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫ്ലൈറ്റ് കയറുമ്പോൾ തന്നെ നമ്മളെ വെൽക്കം ചെയ്യാൻ എയർ ഹോസ്റ്റസ് മുമ്പിൽ കാണും. അങ്ങനെ അവർക്ക് വിഷയൊക്കെ കൊടുത്ത ശേഷം അകത്ത് കയറി അടുത്ത സീറ്റ് കണ്ടുപിടിക്കണമല്ലോ. അങ്ങനെ കൂടെ നിന്ന് 2 പേർക്ക് സീറ്റൊക്കെ കാണിച്ചു കൊടുത്തു. ഞാൻ എന്റെ സീറ്റൊക്കെ നോക്കി എന്നെ ചോദിച്ചു ഗൈസ്, ഞാൻ വിൻഡോ സീറ്റ് ചോദിച്ചിരുന്നു, എന്നിട്ട് അവർ എനിക്ക് തന്നില്ല. അങ്ങനെ ആ വിഷമത്തിൽ ചേട്ടയെ വിളിച്ച കാര്യം പറഞ്ഞു. കുറച്ച് കഴിഞ്ഞ് എയർ ഹോസ്റ്റസിന്റെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ തന്നു. ശേഷം ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തു. ടേക്ക് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഫുഡ് സപ്ലൈ ചെയ്ത് തുടങ്ങും. ചിലരൊക്കെ ഫുഡ് പ്രീ ബുക്ക് ചെയ്യും, അല്ലാത്തവർക്ക് അപ്പോഴും വാങ്ങിക്കാം. ഞാൻ പിന്നെ വാങ്ങാനൊന്നും പോയില്ല. പകരം ആ ടൈമിൽ മുമ്പിലുണ്ടായിരുന്ന ടിവിയിൽ ചുമ്മാ ഓരോന്ന് നോക്കിക്കൊണ്ടിരുന്നു. അപ്പോഴാണ് 12th ഫെയിൽ എന്ന മൂവി കണ്ടത്. ഈ മൂവിയെ കുറിച്ച് ചേട്ടയെ പറഞ്ഞൊരു ഓർമ്മയുണ്ട്. സംഭവം ഹിന്ദിയാണ്, പക്ഷേ ഇംഗ്ലീഷ് സബ് ടൈറ്റിൽ ഉണ്ടായിരുന്നു. എങ്കിലും കുറച്ച് കഴിഞ്ഞപ്പോൾ തലവേദനയും ചെവി നന്നായിട്ട് അടയാനൊക്കെ തുടങ്ങി. കാരണം ട്രാവൽ ചെയ്യുമ്പോൾ ബുക്ക്, ഫോൺ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ നോക്കിയാൽ അപ്പോൾ പണി കിട്ടും. ഇങ്ങനെയുള്ളവരുണ്ടെങ്കിൽ കമന്റ് ചെയ്യാട്ടോ. ശേഷം ഞാൻ കിടന്ന് ഉറങ്ങി. ഇപ്പോഴേക്കും അനൗൺസ്മെന്റ് വന്നു, ദുബായിൽ ലാൻഡ് ചെയ്യാറായി എന്നുള്ളത്. ലാൻഡ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പത്തെ കാഴ്ച കേട്ടോ ഇത്. മേഘങ്ങളെല്ലാം കൂടി ഇങ്ങനെ മൂടിക്കെട്ടി നിൽക്കുന്നതാണ്, നല്ല ഭംഗിയുണ്ടല്ലേ. അത് കഴിഞ്ഞ് ദുബായിൽ ലാൻഡ് ചെയ്തു. ലാൻഡ് ചെയ്ത് കുറച്ച് കഴിഞ്ഞ ശേഷമേ ഡോർ ഓപ്പൺ ചെയ്യത്തുള്ളൂ. കാര്യം നമുക്ക് ഇറങ്ങാനുള്ള ബസ്സും സ്റ്റെപ്പും ഒക്കെ വരണം. ഇറങ്ങാനായി ഒരു തിരക്കാണ്. ബിക്കോസ് ബാഗ് എടുക്കാൻ വഴിയിൽ നിൽക്കുന്നവരും അങ്ങനെ ആകെ മൊത്തം നല്ല തിരക്കാണ്. ഞാൻ ലാസ്റ്റ് ആണ് ഇരുന്നത്. അപ്പോൾ ഇറങ്ങിയപ്പോഴും ലാസ്റ്റ് ആയിപ്പോയി. ലാസ്റ്റ് ഇറങ്ങിയത് കൊണ്ട് തന്നെ ബസ്സിൽ സീറ്റ് ഒട്ടുമേ ഉണ്ടായിരുന്നില്ല. പിന്നെ കുറച്ച് നേരമല്ലേ ഉള്ളൂ എന്ന് കരുതിയിട്ട് അങ്ങ് നിൽക്കാന്ന് കരുതി. അങ്ങനെ ബസ്സിൽ കയറി വണ്ടി മൂവായി തുടങ്ങിയപ്പോഴേക്കും നമ്മുടെ ബുർജ് ഖലീഫ ഇല്ലേ, ഒരു മിന്നായം പോലെ കാണാൻ പറ്റി. ശേഷം ദുബായ് എയർപോർട്ടിലെ സെക്യൂരിറ്റി ചെക്കിന് എല്ലാം കഴിഞ്ഞ് എയർപോർട്ടിൽ ഒന്ന് കറങ്ങാന്ന് കരുതി. അപ്പോഴേക്കും ഈവനിങ് നോമ്പ് തുറക്കുന്ന ടൈമായി. അങ്ങനെ അവിടെ നിന്ന് ഈന്തപ്പഴവും നട്ട്സും ഒക്കെ കിട്ടി. എന്ത് തിരക്കാണല്ലേ ഇവിടെ. ട്രിവാൻഡ്രം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ വന്ന പോലെ ആയിരുന്നു എനിക്ക്. അങ്ങനെ അവിടെ 2 മണിക്കൂർ ചുമ്മാ നടന്ന ശേഷം ഓൺ ടൈമിൽ തന്നെ നമ്മൾ ബോർഡിംഗ് സ്റ്റാർട്ട് ചെയ്തു. വീണ്ടും ബസ്സിൽ കയറി. ബസ് മൂവായി തുടങ്ങിയപ്പോൾ നല്ലപോലെ ലൈറ്റൊക്കെ കത്തി നമ്മുടെ ബുർജ് ഖലീഫ നിൽപ്പുണ്ടായിരുന്നു. ഓരോ ഫ്ലൈറ്റും അടുക്കിനടുക്കിന് ഇട്ടേക്കുവാണ്, നമ്മൾ ട്രെയിൻ ഇട്ടിരിക്കും പോലെ. അങ്ങനെ ദുബായിയോട് അവസാനമായി യാത്ര പറഞ്ഞ് തിരിച്ച് ബഹറിനിലോട്ടുള്ള ഫ്ലൈറ്റ് കയറി. ഇത്തവണയും വിൻഡോ സീറ്റ് കിട്ടിയിട്ടില്ല. അങ്ങനെ 1 മണിക്കൂറിന് ശേഷം ബഹ്റിനിലെത്തി. ബഹ്റൈൻ എമിഗ്രേഷൻ കൗണ്ടറിൽ നല്ല തിരക്കായിരുന്നു. അവിടെ കട്ട പോസ്റ്റ് അടിച്ചു നിന്നു. ശേഷം എല്ലാ പ്രൊസീജിയേഴ്സും കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ ചേട്ടയെ അവിടെ എന്നെ കാത്ത് നിപ്പുണ്ടായിരുന്നു. പിന്നെ നേരെ ഫുഡ് കഴിക്കാൻ പോയി. വിശന്ന് പണ്ടാരടങ്ങിയിട്ട് വയ്യായിരുന്നേ. അങ്ങനെ നേരെ